ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ട്രെൻഡിങ് ആയിരുന്ന സ്പൂൺ പഴംപൊരിയാണ്. നമുക്ക് സാധാരണ പഴംപൊരിയേക്കാളും എളുപ്പത്തിൽ തന്നെ ഈ ഒരു പഴംപൊരി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഈ പുറമൊക്കെ ചെറുതായിട്ടൊന്ന് കറുത്ത് തുടങ്ങിയ പഴമാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഉടച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി ഇത് നമ്മൾ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചൊരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കൈ വെച്ചിട്ട് നമ്മൾ ഉടച്ചെടുക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ കിടക്കും. ആ ഒരു രീതിക്ക് വേണം ഒന്ന് ഉടച്ച് എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ ഒരു രീതിക്കൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പം ഞാൻ 3 സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 സ്പൂൺ അളവിൽ പാൽ കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒന്ന് മെൽറ്റാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാനിത് ഈ ഒരു പരുവത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. അപ്പം ഞാൻ 1/4 കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മൈദയ്ക്ക് പകരമായിട്ട് നമുക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കോൺഫ്ലോർ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴംപൊരി പുറം ഭാഗം കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് കൂടെ ഒന്ന് കിട്ടും. ഇപ്പം മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഞാൻ 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ഉടനെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ചൊന്ന് പരന്ന പാനിൽ ഞാൻ എണ്ണ ഒഴിച്ചൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള പഴം നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് സ്പൂണാണോ ഉപയോഗിക്കുന്നത് ആ ഒരു സ്പൂണിൻ്റെ ഷേപ്പിലായിരിക്കും നമുക്ക് ഈ പഴംപൊരി കിട്ടുന്നത്. കുറച്ച് കുഴിവുള്ള സ്പൂണൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കൊരു ബോൾ ഷേപ്പിലായിരിക്കും നമ്മുടെ ഈ ഒരു പഴംപൊരി കിട്ടുന്നത്. ആവശ്യത്തിനുള്ള മാവൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരിക്കലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കും. ഇതൊരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നല്ലതുപോലെ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിൽ നിന്ന് വേണം പഴംപൊരി കോരി എടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ നിന്ന് കോരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ബാക്കി എല്ലാ മാവിലും സ്പൂൺ പഴംപൊരി ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് 10 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു പഴംപൊരിയാണ്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.